ഇന്ന് മറ്റൊരു ചിറ്റ്ചാറ്റില് കേരളത്തിലെ ഇലക്ഷന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതായത് അടുത്ത മാസം 4-ാം തീയതി 9-ാം തീയതിയാണ് ഇലക്ഷൻ. അതേപോലെ അത് കഴിഞ്ഞ് 4-ാം തീയതിയാണ് ഇലക്ഷന്റെ റിസൾട്ട്. LDFും അതിന്റെ ഘടകകക്ഷിയായ CPI രണ്ടു കൂട്ടരും ഭരണകക്ഷികളാണ്. അവരുടെ കാൻഡിഡേറ്റ്സിന് അവരുടെ പേരുകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കൂടെയുള്ള തുഫൈലാണ്. തുഫൈലും ഇപ്രാവശ്യം ഇലക്ഷന് വേണ്ടി മത്സരിക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ്, ഇടതുപക്ഷ കാൻഡിഡേറ്റിൽ. അദ്ദേഹത്തിന്റെ പേര് ചില പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വരികയൊക്കെ ചെയ്തു. തുഫൈൽ, ഈ പാർട്ടിയുടെ സീറ്റുകളൊക്കെ വന്നതിനൊന്നും നിന്റെ പേരെവിടെ ഇല്ല. അതിന്റെ കാരണം എന്താ? ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നിന്റെ പേരെന്താടെ ഇല്ല? ഞാൻ നിന്നെ പറ്റി പല യൂട്യൂബിലും പലയിടത്തൊക്കെ വന്നല്ലോ, നീ അടുത്ത കാൻഡിഡേറ്റ് ആണെന്നും പറഞ്ഞോണ്ടോ. ഇത് പേരെന്താ ഇല്ല? ഞാൻ രാഷ്ട്രീയത്തിലില്ലല്ലോ സാർ ഇപ്പം. അതല്ല, നീ രാഷ്ട്രീയത്തിലില്ലാതെ എനിക്കറിയാം. പക്ഷെ നീ സീറ്റ് ട്രൈ ചെയ്തിരുന്നു, ഇടതുപക്ഷമായിട്ട് ചേർന്ന്. അതിനകത്ത് നിനക്ക് സീറ്റ് കിട്ടിയോ ഇല്ലയോ? ഇതാണ് ചോദ്യം. ഇല്ല, ഞാൻ സീറ്റ് ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ എല്ലാ പാർട്ടിയിലും ലീഡേഴ്സായിട്ട് പൊതുവെ കണക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്കഷൻസ് പല കാര്യത്തിലും നടക്കുന്നുണ്ട്. അത്ര സീറ്റ് കിട്ടത്തില്ല. ഇല്ലില്ല, ഞാൻ മത്സരിക്കുന്നില്ല. അപ്പൊ ഞാൻ സീറ്റ് കിട്ടാൻ എനിക്കാണ് കേരളത്തിൽ എന്താ സാർ ഉള്ളത്? അങ്ങനെ ഒരു മത്സരിക്കാനൊന്നുള്ളൊരു സ്റ്റാച്ചുർ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ താങ്കളൊരു ഇടതുപക്ഷ അനുഭാവിയാണോ അതോ മുസ്ലിം ലീഗിന് അനുഭാവിയാണോ? ഞാൻ കേരളത്തിലെ എല്ലാ പാർട്ടികളുടെയും അനുഭവമാണ്. കാരണം കേരളത്തിലെ എല്ലാ പാർട്ടിക്കും ഒരു ലെഫ്റ്റ് ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ BJPയുടെ അനുഭാവിയാണ്. കേരളത്തിലെ BJPക്കും ചെറിയൊരു ലെഫ്റ്റ് ഇൻക്ലിനേഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ പാർട്ടിയുടെ അനുഭാവിയാന്ന് പറയുന്ന സമയത്ത് എന്റെ ചോദ്യം, നീ BJPയുടെയും കൂടെ അനുഭാവിയാണോ ഇല്ലയോ? ഇതാണ് ചോദ്യം. നമുക്ക് സാറിന് അറിയില്ല, നമ്മൾ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന ജേർണലിസ്റ്റുകൾ എല്ലാവരും ഒരു പോസ്റ്റ് ഐഡിയോളജിക്കൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ പാർട്ടിയും ഏകദേശം പിന്നെന്താ പറയാ, നമുക്ക് അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ കാണിക്കാൻ പറ്റാലോ. നമ്മളിപ്പോ ഒരു ന്യൂട്രലായിട്ട് കാര്യങ്ങൾ നോക്കി കാണാന്നുള്ളതല്ലേ. നമുക്കൊരു ചെറിയൊരു ഇതുണ്ടാവാം, അതൊരു ലെസ് ക്ലീനിങ് ആണ്. ഓക്കെ, താങ്കളുടെ അഭിപ്രായത്തിൽ 2026 ഇലക്ഷനിൽ പിണറായി വിജയൻ ധർമ്മടത്തുനിന്ന് മത്സരിക്കുന്നു. അവർ വീണ്ടും 3.0, അതായത് അധികാരത്തിൽ വരുവോ ഇല്ലയോ? അത് പിന്നെ ഞാനത് ഒരു നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കാണുന്നത് നെക്ക് ടു നെക്കാണ് ഫൈറ്റ്. അതില് NDAക്കും UDFനും കൂടെ ചെറിയൊരു എഡ്ജ് ഉണ്ട് LDFന്റെ മേലെ ഓവറോൾ നോക്കുമ്പം. പക്ഷെ മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കുമ്പം LDFനാണ് അഡ്വാൻറ്റേജ്. കാരണം അവരുടെ MLAമാരാണെങ്കിലും അവരുടെ ഒരു പെർഫോമൻസ്, അവരുടെ ഒരു ജനപ്രിയത, ഇതൊക്കെ കാരണം മണ്ഡലാടിസ്ഥാനത്ത് നോക്കുമ്പോൾ LDFനാണ് എഡ്ജ് കൂടുതൽ. പക്ഷെ ഓവറോൾ സ്റ്റേറ്റ് വൈഡ് നോക്കുമ്പം NDAയും UDFും ചേർന്നുകൊണ്ട് അവർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. NDA-UDF-ഉം NDAക്കും UDFനും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെറിയൊരു അഡ്വാൻറ്റേജ് LDFന്റെ മേലെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ NDAയും UDFും ഒരുമിച്ചാണ് നിന്നേ. അല്ല, ഒരുമിച്ച് നിന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അതായത് ഒപ്പോസിഷനിൽ എന്നാണ് കാര്യം. അതല്ല ചോദിക്കുന്നത്, ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ക്ലാരിറ്റി. NDA എന്ന് പറയുന്നതും ഒരു BJP ഘടകകക്ഷിയാണ്. അതേപോലെ തന്നെ UDF കോൺഗ്രസ് ഘടകകക്ഷിയാണ്. അപ്പം നീ പറഞ്ഞു വെച്ചത് മണ്ഡലങ്ങളിൽ CPMനും LDFനാണ് പ്രാധാന്യമുള്ളത്. ഗ്രേറ്റ്. മറിച്ച് ഇപ്പുറത്താണെങ്കിൽ ഈ MLAമാരെ വെച്ച് നോക്കുവാണെങ്കിൽ LDFനാണ് പ്രാധാന്യമുള്ളത്. പിന്നെ ഓവറോൾ പറയുമ്പോൾ കോൺഗ്രസിനാണ് പ്രാധാന്യമുള്ളതെന്ന് പറയും. അല്ല, കോൺഗ്രസിനാണെന്നല്ല ഞാൻ പറയുന്നത്. മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഭരണകക്ഷിക്കാണ് എഡ്ജ് കൂടുതലുള്ളത്. ഓവറോൾ സ്റ്റേറ്റ് വൈഡ് നോക്കുമ്പോൾ ഒപ്പോസിഷനാണ്, പ്രതിപക്ഷത്തിനാണ് എഡ്ജ് ഉള്ളത്. അതിൽ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ UDFും NDAയും ഒരുമിച്ച് വരും. NDA ഒരുമിച്ച് വരും, കാരണം അവർ രണ്ടുപേരാണല്ലോ പ്രതിപക്ഷം. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ, അതായത് 2024 പാർലമെന്റ് ഇലക്ഷനിൽ എന്താ സംഭവിച്ചത്? പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ,
ആൻറ്റി സെൻട്രൽ ഗവൺമെൻറ്, ആൻറ്റി മോദി, ആൻറ്റി BJP വേവ് ആയിരുന്നു. പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള മൈനോറിറ്റി കൺസോൾട്ടേഷൻ അതിൽ നടന്നു. അപ്പം അങ്ങനെയുള്ളൊരു സംഭവമാണ് അതിൽ പോയത്. പിന്നെ ഒരു ഗാന്ധി ഫാമിലി എഫക്റ്റ് ഇവിടെ വന്നു കേരളത്തിൽ. അതായത് ആന്റി മോദിയുടെ പേരിലാണ് അവിടെ UDF കൂടുതൽ സീറ്റ് കിട്ടിയത് എന്ന് നീ വിചാരിക്കുന്നു? അതെ, ആൻറ്റി മോദി, ആൻറ്റി BJP വേവും അതോടൊപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഗാന്ധി ഫാമിലി ഇഫക്റ്റും മൈനോറിറ്റി കൺസോൾട്ടേഷനും. അതിലാണ് കൂടുതൽ സീറ്റ് കിട്ടി വിചാരിക്കുന്നത്. അതെ. ഓക്കെ, അടുത്തൊരു പോയിന്റ്. എനിക്ക് സ്പെസിഫിക് പോയിന്റ് ആണ്, സ്പെസിഫിക് ആൻസർ ആതരുണ്ട്. നിലമ്പൂർ ഇലക്ഷനിൽ അവിടെ PB അൻവർ CPM മാറിയിട്ട് അവിടെ ഇലക്ഷൻ ഉണ്ടാകുന്നു. അവിടെ 10-30 വർഷം മുമ്പ് പോയ സീറ്റ് UDF വലിയൊരു ഭൂരിപക്ഷത്തിൽ പിടിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അവിടെ ഭയങ്കരമായിട്ടുള്ള മൈനോറിറ്റി കൺസോൾട്ടേഷൻ നടന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലേ, ആ മൈനോറിറ്റി കൺസോൾട്ടേഷൻ നടന്നു UDF അനുകൂലമായിട്ട്. അതോടനുബന്ധിച്ചൊരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടായതുമില്ല. കാരണം PV അൻവർ അവിടെ റിസൈൻ ചെയ്ത സംഭവമൊക്കെ ഒരു ആന്റി ഇൻകംബൻസി കേരളത്തിൽ ഇല്ല സർ. അടുത്ത ചോദ്യം, ഭരണവിരുദ്ധ വികാരം ഇല്ല, മറ്റു ഫാക്ടേഴ്സ് ആണ്. അതായത് ഭരണവിരുദ്ധ വികാരം, അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഭരണവിരുദ്ധ വികാരം അല്ല വന്നത്. കേരളത്തിൽ ഭരണകൂട വിരുദ്ധ വികാരമില്ല, മറിച്ച് എന്നാൽ ഭരണകൂടത്തിനെതിരുള്ള ഒരു വികാരമുണ്ട് താനും. അതായത് ഭരണ നേട്ടങ്ങൾക്ക് എതിരിലുള്ള വികാരമല്ല, മറിച്ച് ഭരണകൂടത്തിനെതിരിൽ കുറച്ച് സാമൂഹികമായിട്ടുള്ള മറ്റ് ഇഷ്യൂസ് കൊണ്ടാണ് ഒരു വികാരം ജനിക്കുന്നത്. അതേ പറഞ്ഞ ഓവറോൾ സ്റ്റേറ്റ് വൈഡ് നോക്കുമ്പോഴാണ് ഒരു നരേറ്റീവ് സെറ്റ് ചെയ്തിട്ട് ഒരു പെർസെപ്ഷൻ ആളുകൾക്ക് ബിൽഡ് ചെയ്തു. പല പല കാരണം, അത് പരോക്ഷ കാരണങ്ങളാണ്, ഇൻഡയറക്റ്റ് റീസൺസ് ആണ്, ഡയറക്റ്റ് റീസൺസ് അല്ല. ഓക്കെ, അത് സമ്മതിച്ചു. അപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനില്, അതായത് ചരിത്രപരമായിട്ട് കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രം എടുക്കുവാണെങ്കിൽ പഞ്ചായത്തി രാജ് ബില്ല് വന്ന ശേഷം ഇതേപോലെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി UDF കിട്ടാനുണ്ടായ കാരണം നീ പറയുന്ന നരേറ്റീവ്സ് ആണോ? അതെ, അതാണ് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ പ്രശ്നം. അത് നിലമ്പൂർ ബൈ ഇലക്ഷനിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ കണ്ടു. പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് പ്രകടമായി. എന്ന് വെച്ചാൽ പഞ്ചായത്ത് ഇലക്ഷൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നത്. സാധാരണ പ്രാദേശിക വിഷയങ്ങളാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ വിഷയമായിട്ട് വരുന്നത്, പക്ഷേ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ പ്രാദേശിക ഭരണ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു പഞ്ചായത്തുകൾക്കെതിരും മുനിസിപ്പാലിറ്റികൾക്കെതിരും കോർപ്പറേഷനുകൾക്കെതിരും. അതിൻ്റെ പുറമെ അതൊരു അതും ഒരു ഫാക്ടറാണ്, പ്രാദേശിക വിഷയങ്ങളും പ്രാദേശിക ഇതിനെതിരുള്ള ഒരു ഭരണവിരുദ്ധ വികാരവും. അതോടൊപ്പം കയറി വന്നത് ഈ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് തന്നെയാണ്. ആ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരുള്ള ആന്റി ഇൻകംബൻസി അല്ല. റിസൾട്ട് പറയാ, അതിൻ്റെ അകത്ത് അടി കിട്ടിയത് ആർക്കെ? UDF LDF LDF അടി കിട്ടുമ്പോ പൊളിറ്റിക്കൽ അടിയല്ലേ കിട്ടിയിരിക്കുന്നേ? അതാ പറഞ്ഞ, അത് ആന്റി ഇൻകംബൻസി കൊണ്ടല്ല, നീ പൊളിറ്റിക്കൽ ആയിട്ടല്ല. ആന്റി ഇൻകംബൻസി അല്ല, ഭരണവിരുദ്ധ വികാരമല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക പ്ലീസ്. പ്രോസസ്സിലോട്ട് ഞാൻ ഒന്ന് പറയാം, ഞാൻ അത് ക്ലിയർ ചെയ്ത് പറയാം. ഭരണവിരുദ്ധ വികാരമല്ല, എന്നാൽ ഭരണകൂടത്തിനെതിരിലൊരു വികാരമുണ്ട്. അത് ഭരണ നേട്ടം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മറ്റ് പരോക്ഷമായിട്ടുള്ള സാമൂഹിക കാരണങ്ങൾ കൊണ്ടാണ്. അത് സോഷ്യൽ എഞ്ചിനീയറിങ്ങും മറ്റ് ഫാക്ടേഴ്സും മീഡിയയിൽ സെറ്റ് ചെയ്തൊരു പെർസെപ്ഷൻ എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്റെ ചോദ്യം അതല്ല. അപ്പൊ നീ പറയുന്നത് അനുസരിച്ച്, നീ പറയുന്ന നരേറ്റീവ് അനുസരിച്ച് കേരളത്തിലുള്ള ജനങ്ങളെല്ലാം വോട്ട് ചെയ്യുന്നത് നിന്റെ നരേറ്റീവിലാണോ? വലിയൊരു വിഭാഗം. കാരണം പൊളിറ്റിക്സ് ഭയങ്കരമായിട്ടൊരു പെർസെപ്ഷൻ ഗെയിമായിട്ട് മാറി. അത് നമ്മൾ മീഡിയ തിയറിയിൽ പറയുമ്പം, മീഡിയ തിയറിയിൽ നമ്മൾ പറയും റെപ്രസെൻറ്റേഷൻ ഈസ് റിയാലിറ്റി. സാർ ഇന്നത്തെ കാലത്ത് മീഡിയയിൽ എന്താണോ കാണിക്കുന്നത് അതാണ് ആളുകൾക്ക് റിയാലിറ്റി. അപ്പോൾ അത് നമ്മൾ പുരാണത്തിലൊരു എക്സാമ്പിൾ പറയാറുണ്ട്. പുരാണത്തിലൊരു ആന ഒരു വനത്തിലൂടെ നടന്നു പോകുന്നൊരു സംഭവം. അപ്പോൾ അതിൽ ആളുകൾ എന്ത് ചെയ്യണം, അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. തൊട്ടുടനെ ഒരു ആന നടന്നു പോയി എന്ന്. അപ്പോൾ അവരോട് ആനയുടെ ചൂര് മണക്കുന്നുണ്ടല്ലോ എന്ന് പറയും. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല. തൊട്ടുടനെ അത് മുമ്പ് എപ്പോഴോ പോയായിരിക്കും എന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് അവർ ആന പിണ്ടം കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞേ ഇതും മുമ്പ് എപ്പോഴോ പോയതായിരിക്കും. എന്നിട്ട് ആ പിണ്ടം തൊട്ട് നോക്കിയത് ചൂടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് തൊട്ടുടനെ ഒരാന പോയിട്ടുണ്ടാകാം എന്നവർ വിശ്വസിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ, ആ റെപ്രസെൻറ്റേഷൻ അവിടെ ഇല്ലെങ്കിൽ ആളുകൾ ആ റിയാലിറ്റി പോലും ഇല്ല എന്ന് തള്ളിക്കളയും. അപ്പോൾ മീഡിയൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നൊരു തിയറിയാണ്. അപ്പോൾ അത് മീഡിയയിൽ എന്താണോ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത് അതാണ് ആളുകൾക്ക് റിയാലിറ്റി.
അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു അതിപ്രസരം ഇപ്പം ഉള്ള കാലത്ത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ മീഡിയയിൽ എന്താണോ കാണിക്കുന്നത് അതാണ് ആളുകൾക്ക് റിയാലിറ്റി. മീഡിയയിൽ അതില്ലെങ്കിൽ അങ്ങനെ ഒരു റിയാലിറ്റിയേ ഇല്ല ആളുകൾക്ക്. ഈ പെർസെപ്ഷൻ ഗെയിം വെച്ചാണ് പൊളിറ്റിക്സ് ഇന്നത്തെ കാലത്ത് റൺ ചെയ്യുന്നത്. എന്റെ ചോദ്യം, അടുത്ത ചോദ്യം, ആ. ഇതൊക്കെ നെറേറ്റീവ്സ് മാത്രമേ ഉള്ളൂ, അല്ല ഇതിൻ്റെ അകത്ത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് ഒന്നുമില്ല. ഇതൊക്കെ അടുത്തൊരു ചോദ്യം, അതായത് പഞ്ചായത്ത് ഇലക്ഷൻ്റെ അകത്തും CPM നയിക്കുന്ന ഈ സംഭവം വൈപ്പ് ഔട്ടായി, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വൈപ്പ് ഔട്ടായി, പക്ഷെ അവർക്ക് വോട്ട് കുറഞ്ഞു. അതേപോലെ തന്നെ BJPയുടെ വോട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കൂടി, പക്ഷെ ഈ പറയുന്ന പോലെ കൂടിയൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറയുകയും ചെയ്തു. ഇതെല്ലാം കൂടെ വെച്ച് അസിമിലേഷൻ നടത്തുവാണെങ്കിൽ സിസ്റ്റമാറ്റിക്, എങ്ങനെയാണ് പിണറായി വിജയന് വീണ്ടും 3.0 അധികാരത്തിൽ വരാൻ സാധിക്കുന്നത്? അപ്പൊ അതിലെ ഏറ്റവും വലിയ LDFന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം തന്നെയാണ്. കാരണം അതോടുകൂടി എന്തായി, ഈ ഒരു സെറ്റ് ചെയ്തൊരു പെർസെപ്ഷൻ സെൽഫ് എക്സ്പോസ്ഡ് ആയി. കാരണം പ്രാദേശികമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമല്ല, ഭരണ നേട്ടത്തിനെതിരിൽ വലിയ വികാരമില്ല. കാരണം ആളുകൾ ഭരണ നേട്ടം കാണുന്നതാണ്, അവർക്ക് ഭയങ്കര വിസിബിൾ ആണ് കേരളത്തിലെ ഡെവലപ്മെന്റ്സ് എല്ലാം. റോഡുകളായിട്ടാണെങ്കിലും സ്കൂളുകളായിട്ടാണെങ്കിലും എല്ലാ അർത്ഥത്തിലുള്ള ഡെവലപ്മെന്റ് വളരെ വിസിബിൾ ആണ്. പിന്നെ എവിടുന്ന് ആളുകൾക്ക് ഈ ഒരു വികാരം വരുന്നത്, ഇത് മാറണം എന്നുള്ളത്, അതാണ് ഇവിടുത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനം. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ പെർസെപ്ഷൻ സാധനമാണ്. രണ്ട്, മലയാളികൾക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്താഗതി ഉണ്ടെന്ന്, ഒരു പ്രാവശ്യം അവൻ ഭരിച്ചില്ലേ, ഇനി മറ്റവൻ ഭരിക്കട്ടെ, എല്ലാവരും കണക്കല്ലേ എന്നുള്ളൊരു സാധനം. മൂന്ന്, കുറച്ച് സാംസ്കാരിക നായരൊക്കെ പറയുന്ന സാധനം കേരളത്തിൽ അത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ സാധനമാണ്. ഇപ്പോൾ K. സച്ചിദാനന്ദ മാഷ പോലെയൊക്കെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന് എന്തോ ഒരു അപജയം സംഭവിക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ മൈൻഡ് തുടക്കത്തിലാന്ന് പറഞ്ഞു. കേരളത്തിലെ മൈൻഡ് പൊതുവെ ഒരു ഇടതുപക്ഷ മനസ്സാണ്. അതേസമയം ശക്തമായ ഒരു റൈറ്റ് വിങ് സാധനവും കേരളത്തിൽ തുടക്കം മുതൽ വിമോചന സമരം തൊട്ടേ രണ്ടുണ്ട്. എന്നാലും ജനറലി പറയുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് ലീനിങ് ആണ് കേരളത്തിന്റെ മൈൻഡ്, പൊതുമനസ്സ്. അപ്പം ലെഫ്റ്റിന് എന്തോ ഒരു അപജയം വരുന്നു എന്ന് കാണുമ്പം, ഞാൻ കഴിഞ്ഞ വേറെ വീഡിയോയിൽ സാറോട് പറഞ്ഞു, ലെഫ്റ്റ് എപ്പോഴും ഗവൺമെന്റിനെയും പാർട്ടിയെയും സെപ്പറേറ്റ് ആയിട്ട് അവർ കാണുമെന്നുള്ളത്. ഗവൺമെന്റിന് ഒരു ബൂർഷാ സെറ്റപ്പ് ആയിട്ട് അവർ കാണും. അത് പാർട്ടി ഭരിച്ചാലും അവരാണ്. ഗവൺമെന്റിൽ പങ്കെടുക്കണോ എന്ന് വരെ ലെഫ്റ്റ് തുടക്കത്തിൽ ഭയങ്കര ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് പിന്നെ EMS ഒക്കെ പറഞ്ഞു നമ്മൾ അതിൽ പങ്കെടുക്കണം, അതിനെയും ഒരു സമരമാർഗമായിട്ട് നമ്മൾ കാണണം, ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു. അപ്പം ഭരണത്തിൽ ഒരു ബൂർഷാ സെറ്റപ്പിലേക്ക് ലെഫ്റ്റ് പാർട്ടി പോയി കഴിഞ്ഞാലും പാർട്ടിക്ക് തന്നെ അപജയം ഉണ്ടാവും എന്നുള്ളത് ലെഫ്റ്റിലെ ആളുകൾക്കും ഒരു കൺസേൺ ആണ്. അപ്പോൾ അത് സച്ചിദാനന്ദ മാഷ പോലെയുള്ള ഒരു സാംസ്കാരികമായ എഴുത്തുകാരും കവികളൊക്കെ പറയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ചും കൺസേൺ ഉണ്ടാവുന്നു. അപ്പം ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അതിൽ വർക്ക് ചെയ്യും. പിന്നെ ലെഫ്റ്റിന് ജനറലി അവർ പൊളിറ്റിക്കലി അവർക്ക് പ്രശ്നം പറ്റിയത് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞ ഐഡന്റിറ്റി പൊളിറ്റിക്സ്, സ്വത്ത് രാഷ്ട്രീയം. ഞാൻ കേരളത്തിൽ വർഗീയതയില്ല, കേരളത്തിൽ വർഗീയ പ്രവണതയേ ഉള്ളൂ. ഇപ്പം കേരളത്തിൽ നടക്കുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള. ആ ഐഡന്റിറ്റി പൊളിറ്റിക്സ്, മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സ് നടക്കുന്നത് ഏറ്റവും ശക്തമായിട്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ക്രിസ്ത്യൻ ഐഡന്റിറ്റി പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്, അതിൻ്റെ താഴെയായിട്ട് ഹിന്ദു ഐഡന്റിറ്റി പൊളിറ്റിക്സ് വരുന്നുള്ളൂ. അപ്പോൾ ഈ മൂന്ന് ഐഡന്റിറ്റി പൊളിറ്റിക്സും ഒരേ ആലയത്തിലേക്ക് പോയിട്ടാണ് ചെന്നുപാട്, അത് UDFിലേക്ക്. അതുകൊണ്ടാണ് BJP നേട്ടം ഉണ്ടാക്കാതെ പോയത്. കമ്മ്യൂണലാണ്, വർഗീയതയാണ് കേരളത്തിലെങ്കിൽ BJP ആണ് നേട്ടം ഉണ്ടാക്കിയത്. ഇവിടെ BJP അല്ല നേട്ടം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഈ എല്ലാ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഗുണഭോക്താവായിട്ട് വരുന്നത് UDF തന്നെയാണ്. ഹിന്ദു വോട്ടും ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും UDFിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ സ്റ്റേജിൽ. അപ്പോൾ ലെഫ്റ്റിന് കൃത്യമായിട്ട് ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണം എന്ന് അവർക്ക് ഐഡിയോളജിക്കലി തന്നെ അതിൻ്റെ ഒരു ഇതുണ്ട്, അവരെടുത്ത് ബേസ് ഉണ്ട്. പക്ഷേ അത് ലെഫ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തില്ല. ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ അവർ കൗണ്ടർ ചെയ്യുന്നതിന് പകരം പ്രത്യേകിച്ച് മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സിനൊക്കെ അവർ കൺസ്യൂം ചെയ്യാനാണ് നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഗുണം UDFന് തന്നെ കിട്ടി, അത് ലെഫ്റ്റിന് കിട്ടിയില്ല. ഞാൻ വെച്ചാൽ ലെഫ്റ്റിനെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്യായിരുന്നെങ്കിൽ ഈ സാധനം തന്നെ ഉണ്ടാവില്ലായിരുന്നു കേരളത്തിൽ. നീ പറഞ്ഞു വരുന്നത് എന്തോ? ഞാൻ പറഞ്ഞത് ഇപ്പം നെറ്റിനൊക്കെയാണ് ഫൈറ്റ്. സ്റ്റേറ്റ് വൈഡ് UDFനും BJPക്കും കൂടെ, അതായത് ഓപ്പോസിഷന് പ്രതിപക്ഷത്തിന് ചെറിയൊരു എഡ്ജ് ഉണ്ട്. പക്ഷെ മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കുമ്പം ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ വിസിബിൾ ആയതുകൊണ്ട് തന്നെ LDFനാണ് ഇതുള്ളത്. പക്ഷേ ഈ സ്റ്റേറ്റ് വൈഡ് നരേറ്റീവിനെ കൗണ്ടർ ചെയ്യാൻ ലെഫ്റ്റിന് പറ്റിയില്ലെങ്കിൽ അത് ഈ മണ്ഡലാടിസ്ഥാനത്തിലുള്ള എഡ്ജിനെയും കൂടെ വിഴുങ്ങിക്കളയാനും ചാൻസ് ഉണ്ട്. ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ. അത് വീണ്ടും പിണറായി അധികാരത്തിൽ പറയുന്നത് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല സർ. വളരെ ടൈറ്റ് ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന നരേറ്റീവ് ഈ UDFും BJPയും ഉണ്ടാക്കിയിട്ടുള്ള ഒരു നരേറ്റീവ് ഞാൻ പറഞ്ഞില്ലേ, ഈ സോഷ്യൽ ഫാക്ടേഴ്സും ഐഡന്റിറ്റി പൊളിറ്റിക്സും മറ്റു സാധനങ്ങൾ വെച്ച് അത് സെൽഫ് എക്സ്പോസ്ഡ് ആയി. ഇതുകൊണ്ട് കാരണം ആളുകൾ ഇപ്പൊ ആലോചിക്കണം എന്താ ഇപ്പൊ ഇത്ര എതിർക്കാനുണ്ടായിരുന്ന ലെഫ്റ്റിനെ ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നത്. അപ്പൊ ആ ചിന്തിച്ച് വന്നപ്പോൾ എന്താണ്, ഇവരുടെ ഒരു നരേറ്റീവ് സെറ്റ് ചെയ്തത് സെൽഫ് എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പൊ അത് ആളുകൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ മണ്ഡലാടിസ്ഥാനത്തിലുള്ള എഡ്ജും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് കയറി വന്നേക്കാം. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരെ മറിച്ച് ഇതാണ് ഈ നരേറ്റീവ് തന്നെയാണ് സ്ട്രെങ്തൻഡ് ആവുന്നത്. കാരണം ചെറിയ ചെറിയ 1-2 ഇൻസിഡൻസ് ഒക്കെ മതി. ഇപ്പൊ ഇറാനിൽ വാർ നടക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഒന്നുകൂടെ സ്ട്രോങ് ആവാനും അത് ചിലപ്പോൾ UDF അനുകൂലമായിട്ട് ഫർദർ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനൊക്കെ ചിലപ്പം കഴിഞ്ഞേക്കാം. അപ്പം പൊളിറ്റിക്സിൽ ഇപ്പം വളരെ ടൈറ്റ് ആണ് ഫൈറ്റ്. ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ അതിന്റെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ക്യാമ്പയിൻ കാൻഡിഡേറ്റ്സ് അതിലൊരു വലിയൊരു ഫാക്ടറാണ്. കാൻഡിഡേറ്റ്സിനെ എങ്ങനെയാണ് ഇവർ ഇതാക്കുന്നത് എന്നുള്ളത്. അപ്പം LDFന്റെ കാൻഡിഡേറ്റ്സ് വന്നു, ഇനി UDFന്റെ കാൻഡിഡേറ്റ്സും കൂടെ വന്നാൽ അതിൽ നമുക്കൊരു പിക്ചർ കിട്ടും. കാരണം അതിലാണ് പിന്നെ അടുത്തൊരു പൊളിറ്റിക്കൽ മെസ്സേജിങ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പൊ UDFന്റെ കാൻഡിഡേറ്റ്സ് വരുമ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും. കാരണം ക്യാമ്പയിന് അധികം ദിവസം ഇനി ഇല്ല. ഒരു ക്യാമ്പയിനിലൂടെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് കൊടുക്കാൻ ഒരു പാർട്ടിക്കും ടൈമില്ല. ആകെ 20-25 ദിവസമല്ലേ ഉള്ളൂ ഇലക്ഷന്. അപ്പൊ അതിൻ്റെ അടുത്ത് അവർക്ക് ഒന്നും ഒരു നരേറ്റീവ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ കാൻഡിഡേച്ചറിൽ എന്ത് ചെയ്യാം, നരേറ്റീവ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ആളുകൾ വാച്ച് ചെയ്യുന്നത്. അപ്പൊ ഞാനതിൽ പറയുന്നത് സർ, ഞാൻ ഒരു ലെഫ്റ്റ് പെർസ്പെക്റ്റീവിലും കൂടെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഞാൻ അത് പറഞ്ഞു, ഇത് നമ്മൾ വളരെ ക്രൂഷ്യലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. കേരളത്തിൽ വർഗീയതയല്ല, വർഗീയ പ്രവണതയാണ് ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ കൂടെ തന്നെ നിയോ കൺസർവേറ്റീവ്സം നടക്കുന്നുണ്ട്, നവയാഥാസ്ഥികത. അപ്പൊ അതുകൊണ്ടും കൂടെയാണ്, കാരണം ആളുകൾ ഭയങ്കരമായിട്ട് നവയാഥാസ്ഥികത വളരെയാണ്. അതാണ് ശബരിമല വലിയ ഇഷ്യൂ ആവുന്നു, പിന്നെ ഇങ്ങനെയുള്ള ജെൻഡർ ന്യൂട്രൽ വസ്ത്രങ്ങൾ വലിയ ഇഷ്യൂ ആവുന്നു. ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ആണ് കേരളത്തിൽ പൊങ്ങി വരുന്നത്. ഹിജാബ് വലിയ ഇഷ്യൂ ആവുന്നു. അപ്പൊ എല്ലാ റിലീജിയനിലും ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടും കൂടെയാണ് ഇതിന്റെ എല്ലാം ബെനഫാക്ടറായിട്ട് ഗുണഭോക്താവായിട്ട് വരുന്നത് UDF ആണ്. BJPക്ക് അതിന്റെ ഗുണം പോകുന്നില്ല. മനസ്സിലായോ? ലെഫ്റ്റ് അതിൽ ലോട്ട് ആവുന്നു. നമുക്ക് ഈ സീറ്റ് ഫിക്സേഷൻ വന്ന ശേഷം വീണ്ടും ഒരു ചിറ്റാറ്റുമായിട്ടിരിക്കാം. താങ്ക് യു വെരി മച്ച്. Thank you, sir.